ശക്തനായ ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് ആമേൻ ആഗോളതലത്തിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും യഹോവയായ ദൈവമാണ് ദൈവമെന്ന് പറയിപ്പിക്കത്തക്ക നിലവാരത്തിൽ അധികാരത്തോടെ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഏലിയാവ്. ആമേൻ. അശേര പ്രതിഷ്ഠകളിൽ ശുശ്രൂഷിക്കുന്ന 450 പേര്, ബാലിൻ്റെ പ്രവാചകന്മാർ 400 പേര്, 800 പേര് ഒരു സൈഡിൽ, മറ്റൊരു ഭാഗത്ത് താൻ ഒരാൾ ഒറ്റയ്ക്ക്. ആമേൻ. ഇസ്രായേൽ ജനം തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം ഏതെന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി രണ്ടിലും ഉൾപ്പെടാതെ വണ്ണം നിൽക്കുന്നു. അങ്ങനെ അവിടെ യഹോവയായ ദൈവമാണ് ദൈവമെന്ന് അവരുടെ മധ്യത്തിൽ തെളിയിച്ച ശക്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാ ഏലിയാവ്. എന്നാൽ സാഹചര്യങ്ങൾ മാറി. ചില ദിവസങ്ങൾ കഴിഞ്ഞു. താൻ തൻ്റെ പ്രവാചകന്മാരോട് ആമേൻ സ്തോത്രം ഇങ്ങനെയെല്ലാം ചെയ്തു എന്ന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന ആമേൻ സ്തോത്രം തൻ്റെ ഭാര്യ അഹാബിൻ്റെ ഭാര്യ ഇസബേൽ രാജ്ഞി ഇതറിഞ്ഞപ്പോൾ ഒരു ഉത്തരവ് താൻ പുറപ്പെടുവിച്ചു. നാളെ ഈ നേരത്ത് എൻ്റെ പ്രവാചകന്മാരോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യും. ഈ വാക്ക് കേട്ട് താൻ പേടിച്ചുപോയി. താൻ ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയി ഇരുന്നു കൊണ്ട് മതി യഹോവേ മതി, ഇപ്പോൾ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മതി, ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി, ഈ ജീവിതം കൊണ്ട് ഇനി യാതൊരുവിധ ഗുണവും ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്ന ഏലിയാവ്. ആമേൻ. നാം ഓരോരുത്തരും യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ആമേൻ. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ആമേൻ സ്തോത്രം. ഒന്ന് ചിന്തിക്കണം പ്രിയമക്കളെ, ഈ സ്വഭാവം ഇന്ന് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ ആമേൻ സ്തോത്രം വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്തെടുപ്പാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നാളെ ഇതുവരെയും ആമേൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഇതുവരെയും ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് പോകാൻ ആമേൻ സഹായിക്കുന്നതിൻ്റെ കാരണം കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ഓർമ്മയാണ്. ഈ ദൈവം ഒരിക്കലും തകർത്ത് കളയത്തില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ഈ ദൈവം മേലാലും നമ്മുടെ വിഷയത്തിന് പ്രവർത്തിക്കാൻ ശക്തനെന്ന് നമ്മൾ ആഴമായി വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തെ അതിജീവിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ഈ ഇസ്രായേൽ ജനം ചോദിക്കുന്നുണ്ട്, നിന്റെ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങൾ എവിടെ? ആമേൻ സ്തോത്രം എന്ന് അവർ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ആമേൻ. ബാലിൻ്റെ പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകളിൽ ശുശ്രൂഷിക്കുന്ന ആമേൻ പ്രവാചകന്മാരെയും തകർത്ത് കളഞ്ഞ ദൈവത്തിന് ആമേൻ സ്തോത്രം ആമേൻ വെല്ലുവിളികളെ ഉയർത്തുന്ന വ്യക്തിത്വങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ലേ? ഇസബേലിനെ തകർക്കാൻ പറ്റത്തില്ലെന്ന് ഏലിയാവിൻ്റെ ബുദ്ധിക്കകത്തൊരു ചിന്ത വന്നു. ആമേൻ. ബാലിൻ്റെ പ്രവാചകന്മാരെ തകർത്ത ദൈവത്തിന്, അശേര പ്രതിഷ്ഠകളിൽ ശുശ്രൂഷിക്കുന്ന പ്രവാചകന്മാരെ തകർത്ത ദൈവത്തിന് ആമേൻ സ്തോത്രം ഇസബേലിനെ തകർക്കാൻ പറ്റത്തില്ലെന്നൊരു ചിന്ത അവനിൽ വന്നു. അതുകൊണ്ട് അവൻ ഓടി. അവൻ ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്നു കൊണ്ട് കരയുകയാണ്, മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വിളിച്ചു വേർതിരിച്ച കാലം മുതൽ ആമേ ചോദിച്ചതൊന്നും നിഷേധിക്കാതെ വണ്ണം അതാതിൻ്റെ സമയങ്ങളിൽ പ്രവർത്തിച്ച സ്വർഗത്തിലെ ദൈവത്തെ നീ ഒരു കാലത്തും മറന്നു പോകരുതെന്ന പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് വരെ നിനക്ക് വേണ്ടി ഒരു കാര്യവും യേശു ചെയ്ത് തന്നിട്ടില്ലയോ? അന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തിക്ക് ഇന്നും ഒരു കുറവ് വന്നിട്ടില്ല. അവൻ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്.
അന്ന് പ്രവർത്തിച്ചിട്ട് ഇന്ന് മാറിയിരുന്ന് ആമേ സ്തോത്രം കണ്ണ് അടച്ചിരിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ആമേ സ്തോത്രം ഇവിടെ ഇവൻ താനായി ആമേ ചെയ്തു എന്നൊരു ചിന്ത തനിക്ക് വന്നു പോയെന്ന് തോന്നുന്നു ഏലിയാവിന്. ആമേൻ. അതുകൊണ്ടാണ് താൻ പോയിട്ട് മറ്റൊരു ഭാഗത്ത് മാറിയിരുന്ന് കരയുന്നത്. ഇവനെ തകർത്ത് കളയാനാണെങ്കിൽ എത്ര വട്ടം ദൈവത്തിന് കഴിയുമായിരുന്നു. എത്രയോ അവസരങ്ങൾ അതിൻ്റെ മധ്യത്തിലുണ്ടായിരുന്നു. അന്നൊന്നും ഇവൻ തകർന്നു പോകാതെ വണ്ണം ദൈവം കരുതിയെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ 2025 ആമേ നിനക്ക് മുമ്പാകെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ, ഒരുപാട് ആക്സിഡന്റുകൾ, ആമേ ഒരുപാട് മരണത്തെ ഫേസ് ചെയ്യുന്ന വിവിധമായ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോഴും അതിലൊന്നുപോലും പട്ടുപോകാതെ വണ്ണം, അതിലൊന്നുപോലും തട്ടി ആമേ നീ അതിൽ നിന്ന് പോകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം കാത്തതും കരുതിയതും അവന്റെ കൃപയെന്ന് ഇന്ന് വലിയ സമയം ദൈവാത്മാവ് ഓർമ്മിക്കുകയാണ്. എത്ര വലിയ അനർത്ഥങ്ങൾ പ്രിയ മക്കളെ, ആക്സിഡന്റുകൾ, ആമേ കണ്ണിന് മുമ്പിലൂടെ ഇങ്ങനെ മാറിപ്പോയ അനുഭവങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്തതുകൊണ്ടല്ല, ആമേ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചതുകൊണ്ടല്ല. നമ്മൾ എത്ര സൂക്ഷിച്ചെന്നാലും നമ്മുടെ മുമ്പിൽ വരുന്ന വാഹനം, ആ ഓടിക്കുന്നവൻ സൂക്ഷിച്ചില്ലെങ്കിലോ, ഇടവഴിയിൽ നിന്ന് കയറി വരുന്ന വാഹനം ആ ഓടിക്കുന്നവൻ സൂക്ഷിച്ചില്ലെങ്കിലോ, അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയെന്നാലും ആമേ സ്തോത്രം അപകടങ്ങൾ വന്ന് ഭവിക്കാം. എന്നാൽ മുമ്പിൽ പോകുന്നവനെയും പുറകിൽ വരുന്നവനെയും ഇടത്തും വലത്തും വരുന്നവനെയും ആമേ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങൾ നിന്നെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് അനർത്ഥം നിന്റെ ജീവിതത്തിൽ വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം സ്വർഗം സൂക്ഷിക്കുന്നത്. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മിടുക്കല്ല പ്രിയ മക്കളെ, നമ്മുടെ ശ്രദ്ധയുടെ ഗുണമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തികവാണ്. ആമേ. അതുകൊണ്ട് ഇവിടെ ഏലിയാവിന് തോന്നിപ്പോയെന്ന് തോന്നുന്നു താനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ പ്രവൃത്തികളും ചെയ്തത്. അതുകൊണ്ട് ഇസബേല് വെല്ലുവിളിച്ചപ്പോൾ ഓടിപ്പോയി ഒരു സ്ഥലത്തിരുന്ന് കരയുകയാണ്. കാരണം ഇവനായി തന്നെ ഈ വിഷയം ചുമക്കാൻ ശ്രമിക്കുകയാണ്. എടാ, നിന്റെ വിഷയം യേശുവിൻ്റെ കയ്യിലൊന്ന് കൊടുക്കാമോ? നിന്റെ വിഷയം ദൈവത്തിൻ്റെ കയ്യിലൊന്ന് കൊടുക്കാമോ? നീയായി ചുമക്കാൻ ശ്രമിക്കുമ്പോഴാണ് നീ പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷെ നിന്റെ വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് ഭരമേൽപ്പിച്ചാൽ അവൻ ചുമക്കട്ടെ. ആമേ. സങ്കീർത്തനത്തിൽ 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വലിയ വാക്യമുണ്ട്. അവിടെ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ എന്ത് ചെയ്യുക? വെച്ചുകൊള്ളുക, അവൻ നിന്നെ എന്ത് ചെയ്യും? പുലർത്തും. ഹല്ലേലൂയ. നിന്റെ ഭാരം ആരുടെ മേൽ വെക്കണം? ആമേ, യഹോവയുടെ മേൽ വെക്കണം പ്രിയ മക്കളെ. ആമേ, നീയായിട്ട് ചുമക്കല്ലേ. ഇന്ന് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തളരുകയും ക്ഷീണിക്കുകയും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നാമായി തന്നെ ഈ വിഷയത്തെ പൊക്കിയെടുക്കുമ്പോഴാണ്. ആമേ, കർത്താവേ, നീ എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവമാ. ആമേ സ്തോത്രം. ഇനി ആമേ ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ നിനക്കുള്ളവനാ. ആമേ, വചനം പറയുന്നു, ആമേ അവൻ നമ്മളെ രക്തം കൊടുത്തെന്തിരിക്കുക, ആമേ പ്രാണം കൊടുത്തെന്തിരിക്കുക, വിലക്ക് വാങ്ങിച്ചിരിക്കുകയാ. ഇനി നാം നമ്മൾക്കുള്ളവരല്ല, നാം അവനുള്ളവരാ. അവനുള്ളവരാണെങ്കിൽ നിന്റെ വിഷയം നീ താനായി ചുമക്കേണ്ടവനല്ല. നിന്റെ വിഷയം നിനക്ക് തന്നെ വലുതായി തോന്നേണ്ടതില്ല. അതിനെ ചുമന്ന് മാറ്റുവാൻ കഴിവുള്ള യേശു. ആമേൻ. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി അവൻ ക്രൂശ് ചുമന്ന പ്രിയ മക്കളെ. ആമേ, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി യേശു അടികൊണ്ടു, ആമേ നിന്ന് അനുഭവിച്ചു, പരിഹാസങ്ങളേറ്റു, വിവിധമായ നിലകളിലൂടെ കർത്താവ് കടന്നു പോകുവാനിടയായി തീർന്നു. ഇന്ന് ആമേ സ്തോത്രം രാത്രികാലം ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് ചിന്തിക്കണം. അങ്ങനെ യേശു ചെയ്തെങ്കിൽ നാമായിട്ട് തന്നെ ചുമക്കേണ്ട കാര്യമില്ല. അവൻ്റെ കരത്തിലേക്ക് കൊടുക്കുക, അവൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. 55-ാം സങ്കീർത്തനത്തിന് 22-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. വാക്യം ഒന്ന് വായിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം ആരുടെ മേൽ വെക്കണം? ആ ദൈവത്തിന്റെ. ഹല്ലേലൂയ. യേശു പറയടാ, നിനക്കിത് പ്രയാസമുള്ള കാര്യമാ. കടബാധ്യതയാണോ, ശാരീരിക രോഗമാണോ, മാനസിക വ്യതയാണോ, ആമേ സ്തോത്രം ആത്മീക തണുപ്പാണോ, എന്ത് വിഷയമാണെങ്കിലും നീ തന്നെ ഇത് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നീ ക്ഷീണിച്ചും തളർന്നു പോകുന്നത്. എടാ, മാറ്റാൻ കഴിവുള്ള ബലശാലിയായിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിന്റെ മുമ്പിലുണ്ട്. അവന്റെ കരത്തിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ സകല വിഷയത്തെ ചുമന്നു മാറ്റുവാൻ കഴിവുള്ള കർത്താവായ യേശു ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. അവന്റെ കരത്തിലേക്ക് നിന്റെ വിഷയത്തെ കൊടുക്ക്. നീ ക്ഷീണിക്കത്തില്ല, നീ തളരത്തില്ല. അതിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം ബലം തരും. ആമേൻ. ഇവിടെ കാണാൻ സാധിക്കുന്ന പ്രിയ മക്കളെ, നിന്റെ ഭാരം ആരുടെ മേൽ വെക്കണം? യഹോവയുടെ മേൽ വെക്കണം പ്രിയ മക്കളെ. ആമേ, വചനം എന്തെല്ലാം പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യത്തില്ല?
നമ്മൾ നമ്മുടെ ഭാരം നാമായി തന്നെ ചുമക്കാൻ ശ്രമിക്കും. അപ്പോൾ ഷുഗർ കൂടും, പ്രഷർ കൂടും, കൊളസ്ട്രോൾ കൂടും, ഹാർട്ട് ബീറ്റ് വർദ്ധിക്കും, പല നിലവാരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകാനിടയായിത്തീരും. പക്ഷേ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുത്തേ, യേശുവിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുത്തേ. സ്തോത്രം, നീ ഒന്ന് ഫ്രീ ആകുക. സ്തോത്രം, നിന്നെ പെരുവഴിയിൽ ഇട്ടുകളയുന്നൊരു ദൈവമല്ല. സ്തോത്രം, നിന്നെ വെള്ളത്തിൽ മുക്കിക്കളയുന്നൊരു ദൈവമല്ല. നിന്നെ തീക്കകത്ത് ദഹിപ്പിച്ച് കളയുന്നൊരു ദൈവമല്ല. നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നാലും എല്ലാം കാത്തു വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്, ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായി മാത്രം ഇരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ പിന്നെയും ഓർപ്പിക്കുകയാ. ആമേൻ. മക്കളെ, നമ്മളെ പെരുവഴിയിൽ ഇട്ടുകളയുന്ന ഒരു ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. അന്ത്യത്തോളം, ഇല്ലേ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നിന്റെ സ്തോത്രം ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ എന്ത് ചെയ്യും? പുലർത്തും. അവൻ നിന്നെ പുലർത്തും. എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചും ഭാര്യപ്പെട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഓരോ മാസത്തിൻ്റെയും ഇന്ന ഡേറ്റ് വരുമ്പോഴത്തേക്കും ചങ്കിടിപ്പ എന്ത് ചെയ്യും കർത്താവേ? അടുത്ത ദിവസങ്ങളിൽ അടവ് വ്യക്തികൾ വിളിക്കുമ്പോൾ അവരോടുള്ള മറുപടി ചില ദിവസങ്ങൾ വരുമ്പോൾ ചിലർക്ക് പേടിയാ. ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതെ വണ്ണം മാറ്റിവെച്ചിരിക്കുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഗീഡിപ്പിച്ച് അവരെ കൊണ്ട് പലതും പറയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ. സ്തോത്രക്കാരന് നേരെ നിന്ന് പറയാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നത് നിമിത്തമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം നിന്നെ കാണുകയാണ്. തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ, ആമേൻ. എനിക്കറിയത്തില്ല കേട്ടോ, ആരോടാന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഇതിൽ ഇന്ന് വന്നിരിക്കുന്നതിൽ ചിലതിനെ ദൈവം ഉയർത്താൻ പോകുക. ഒരു കാര്യം ദൈവാത്മാവ് കൂട്ടിച്ചേർക്കുന്നു. നിന്റെ ഞെരുക്കം മാറ്റാൻ പോകുക. നിന്റെ കരത്തിൽ ലഭിക്കുന്ന നന്മകളിൽ ഒരു വർധനവ് പരിശുദ്ധ ദൈവം ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി കൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അനുഭവിച്ചൊരു ഞെരുക്കം നിന്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകത്തില്ല. കുറിച്ചു വെച്ചോ, സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം. കരത്തിൽ നന്മയുണ്ടാകും, അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലൻസ് നിലനിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ചിലരൊക്കെ എടുക്കുന്നത് 0 ബാലൻസ് ഉള്ള അക്കൗണ്ടൊക്കെയാണ്. കുഴപ്പമില്ലല്ലോ, അക്കൗണ്ട് എന്ത് ചെയ്യത്തില്ല, ക്യാൻസലായി പോകത്തില്ല. 1000 രൂപ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ 1000ത്തിൽ നിന്ന് എന്ത് വലിക്കും? പിന്നെയും വലിക്കും. വേണമെങ്കിൽ 900 വരെ എന്ത് ചെയ്യും? വലിക്കും. ചിലപ്പോൾ 1000 വലിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ശൂന്യമായി കിടക്കുന്ന ചില അക്കൗണ്ടുകൾ പരിശുദ്ധ ദൈവം ഈ നാളുകളിൽ എന്ത് ചെയ്യാൻ പോകുക? ബാലൻസ് ഉണ്ടാക്കും. നിന്റെ 0 ബാലൻസിൽ നിന്ന് നല്ലൊരു ബാലൻസിലേക്ക് പരിശുദ്ധ ദൈവം നിന്റെ നിലവാരത്തെ മാറ്റുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്വർഗം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഇവിടെ മറ്റുള്ളവർ വിളിച്ചു പറയുന്ന പോലെ കോടീശ്വരന്മാരാക്കും എന്നല്ല പറയുന്നത്. ഞെരുക്കമില്ലാതെ ദൈവം നിന്നെ നടത്തും. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച നമ്മൾ പ്രാപിക്കാൻ ശ്രമിക്കേണ്ട. അത് നമ്മൾ വേദന വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ, അത് നമ്മൾ ഭാരം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. മറിച്ച് സ്തോത്രം, കർത്താവേ, ഞെരുക്കം കൂടാതെ വണ്ണം അക്കരെ കടക്കുവന്നക്ക വിധം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അപ്പൊ നിന്റെ ഭാരം ആരുടെ മേൽ വെക്കണം? യഹോവയുടെ മേൽ വെക്കണം. അവൻ നിന്നെ എന്ത് ചെയ്യും? പുലർത്താത്തതിൻ്റെ കാരണം എന്താ? വെക്കാത്തതുകൊണ്ട് നമ്മളായിട്ട് തന്നെ ചുമക്കുകയാ. ഇത് ചുമന്ന് തളർന്ന് ക്ഷീണിക്കുകയാ. സ്തോത്രം, ഇന്ന് രാത്രിയിൽ പ്രതിമകൾ അങ്ങ് കൊടുക്ക്. ഇതിൻ്റെ പേര് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങ് കൊടുക്കുക, കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. സ്വർഗത്തിലെ ദൈവം നടത്തും. സ്തോത്രം, ഞങ്ങളൊക്കെ ഇന്ന് നിങ്ങളൊക്കെ കുറേ ഭാഗ്യവാന്മാരാ. ഞങ്ങളൊക്കെ ഇന്ന് ഒരു സ്റ്റെപ്പ് വെക്കുന്നത് ചെറിയൊരു കാര്യമല്ല പ്രിയ മക്കളെ. ഒരു മാസത്തിൻ്റെ 1ാമത്തെ ദിവസം മുതൽ 30ാമത്തെ ദിവസം വരെ പ്രാർത്ഥനകളോടുകൂടിയാണ് ഞങ്ങൾ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നത്. എവിടെയെങ്കിലും ഒരു മേഖല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, സകല കാര്യങ്ങളും സ്തോത്രം താറുമാറായി തീരുവാനിടയായിത്തീരും.
ആമേ കറക്റ്റ് ചെയ്ത് പോകാൻ കഴിവുള്ള ഒരു ദൈവം. ഈ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസം ചെല്ലുന്തോറും. കാരണം എന്താണെന്നറിയാമോ? ആമേ സ്വതം ഇവൻ പ്രതികൂലങ്ങളിൽ തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല, പ്രതിസന്ധികൾ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല, സകലത്തിന്റെ മുകളിൽ കയറി ചവിട്ടി നിന്നുകൊണ്ട് അവന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. വിശ്വാസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയ മക്കളെ, പ്രവൃത്തിയിൽ വരുത്തണം. ഇത് പ്രവൃത്തിയിൽ വരുത്തണം. കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നോക്കട്ടെ. അവിടെയാ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നതാണ് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗത്തിലെ ദൈവം അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കും. അവൻ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ എന്ത് ചെയ്യും? പുലർത്തുവന്നേ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ തയ്യാറാണോ? ആമേ, ഇന്ന് രാത്രിയിൽ തയ്യാറാണോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ ഒന്ന് വെച്ചുകൊള്ളുക. ആമേ. സങ്കീർത്തനം 55 ആമേ സ്തോത്രം 22 വാക്യം. ഈ ആമേ അധ്യായത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്ത് കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് എന്ത് ചെയ്യും? കരയും. പ്രാർത്ഥനകളോടെ ആ ഭക്തൻ ആമേ സ്തോത്രം ഒത്തിരി കണ്ണുനീരോടുകൂടി ആമേ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആമേ. താൻ പറയുന്നത്, ഞാൻ വൈകുന്നേരത്ത് കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ചെന്ത് ചെയ്യും? കരയും. ഇങ്ങനെ പറഞ്ഞു വരുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്, എൻ്റെ കൊച്ചെ, എൻ്റെ മോനെ, എടാ നീയായിട്ട് തന്നെ ചുമക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ ഈ പ്രയാസത്തിലേക്ക് വരുന്നത്. നിന്റെ ഭാരം എൻ്റെ മേലങ്ങ് വെക്ക്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാരം എൻ്റെ മേൽ വെക്ക്. ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ഞാൻ നിന്നെ പുലർത്താം. ആമേ. നീയായിട്ട് ചുമക്കുമ്പോഴല്ലേ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നത്. ജോലിയിലെ വിഷയമാണോ? ആമേ സ്തോത്രം. ഹല്ലേലൂയ. ബിസിനസിൻ്റെ വിഷയമാണോ? ആമേ സ്തോത്രം. നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ വിഷയമാണോ? ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ നീ അനുഭവിക്കുന്ന ശാരീരിക രോഗമാണോ? മാനസിക വ്യതയാണോ? ഏത് വിഷയമാ? ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ടെക്നോളജികൾ, ആമേ സ്തോത്രം, നിന്നെ മനസ്സിനെ മടുപ്പിക്കത്തക്ക നിലവാരത്തിലുള്ള കുത്തുവാക്കുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ആമേ സ്വജാതിക്കാരിൽ നിന്നുള്ള അപമാനങ്ങൾ എന്ന് വേണ്ട പലതും നീ കടന്നു പോകുന്ന മേഖലകളെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ പറയുന്നു, ആ ഭാരമൊക്കെയും നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളൊക്കെയും ഇന്ന് രാത്രികാലം അവന്റെ മേലൊന്ന് വെച്ചുകൊടുക്കാൻ നീ ഒരുക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തിന്മേൽ അനുകൂലമായി വെളിപ്പെടുന്നത്. ആമേൻ. ഏത് പ്രയാസമായിക്കൊള്ളട്ടെ. ഒരിക്കൽ ആമേ സുഗന്ധവർഗം അവരുടെ കയ്യിലുണ്ട്. അവർ സുഗന്ധവർഗം കയ്യിൽ വെച്ചിട്ടുണ്ട്. അവർ ഓടുകയാ. എവിടേക്കാ? കല്ലറയ്ക്ക് മുമ്പിലേക്കാ. പക്ഷെ അവരുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്. സുഗന്ധവർഗമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, കയ്യിലെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കല്ലറ തുറന്നിട്ടില്ലെങ്കിലോ? അവരുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്. ആമേ ആ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആമേ വലിയൊരു കല്ല് അവർ കണ്ടിട്ടാണ് കഴിഞ്ഞ രാത്രിയിൽ അവർ വീട്ടിലേക്ക് പോയത്. ആമേ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കല്ല് മാറിയിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ആമേ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടി കല്ല് ആരുരുട്ടിക്കളയും. ആമേ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും പ്രിയമക്കളെ ഹൃദയത്തിൻ്റെ ആമേ സ്വതം ഉള്ളറയിൽ തങ്ങി നിന്നിരുന്ന ചില ഭാരം, ചില കല്ല്, ചില പ്രയാസം ആമേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വിഷയം എന്ന് തീരും? ആമേ കരം കോർത്ത് പ്രാർത്ഥിക്കുന്ന ആമേ സ്വതം സഹോദര, ആമേ നമ്മുടെ ഈ വിഷയം എന്ന് തീരും? എന്നാണ് ഇതിൽ നിന്നൊരു റിലീസിങ് പ്രാപിക്കുന്നത്? എന്നാണ് കർത്താവ് ഇതിൽ നിന്നൊരു വിടുതൽ തരുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി നീ ചെല്ലുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ആ കല്ലുരുട്ടി കളഞ്ഞുകൊണ്ട് അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ളൊരു ദൈവം. ആമേൻ. സ്വർഗത്തിലെ ദൈവം ചെയ്യും പ്രിയമക്കൾ. ഇവരുടെ ചിന്തകൾ അറിഞ്ഞ ഇവർ തമ്മിൽ പറയുകയാണ്, ആമേ അവിടെ വലിയൊരു കല്ലുണ്ട്, കല്ല് മാറ്റും? നമുക്ക് വേണ്ടി നമ്മുടെ ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ ആര് പ്രവർത്തിക്കും പ്രിയമക്കളെ? മാനുഷികമായിട്ട് ഒരു വ്യക്തിത്വം പോലെ ആ രാജ്യത്തിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ല. 100% ബുദ്ധിക്കറിയാം. ഇന്ന് നിങ്ങളുടേതായ സിറ്റുവേഷനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തങ്ങൾ, ബന്ധങ്ങൾ ആരോട് ചോദിക്കും, ആരോട് വാങ്ങിക്കും? ഒന്നാമത് ഈ പുസ്തകവും എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അവരെല്ലാവരും എതിരാ. ആമേ പിന്നെ ആരോട് ഞങ്ങൾ ചോദിക്കാനാ? ഞങ്ങൾക്ക് വേണ്ടി ആരാ പ്രവർത്തിക്കാനുള്ളത്?
ആമേൻ. ചാർച്ചക്കാരുടെ ഇടയിലും ബന്ധുമിത്രാദികളുടെ ഇടയിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും വേർതിരിക്കപ്പെട്ട ആമേൻ സ്തോത്രം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ പൈതലെ, കൊട്ടക്കണക്കിന് വിഷയങ്ങളുമായിട്ട് നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആമേൻ ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി ആമേൻ ഇന്ന് രാത്രികാലവും നിന്നെ തേടി വരികയാണ്, നിന്നെ തേടി വരികയാണ്. നിന്നെ കൈവിട്ട് കളയുന്നൊരു ദൈവമല്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുന്നൊരു ദൈവമല്ല, കൂടെ ഇരുന്ന് ഏത് സാഹചര്യത്തിലും താങ്ങുന്നൊരു ദൈവമോ. ആമേൻ. അപ്പൊ ഇവര് മർക്കോസിന്റെ സുവിശേഷത്തിലാ 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ശബത്ത് ദിവസം അവര് കല്ലറയ്ക്ക് മുമ്പിലേക്ക് ആഴ്ചവട്ടത്തിൻ്റെ സ്തോത്രം 1-ാമത്തെ ദിവസം അവര് കല്ലറയ്ക്ക് മുമ്പിലേക്ക് ഓടുകയാണ്. അവരുടെ കയ്യിൽ എന്തുണ്ട്? സുഗന്ധവർഗമുണ്ട്. യേശുവിനെ പൂശേണ്ടതിനാണ് അവർ സുഗന്ധവർഗവുമായിട്ട് കടന്നു പോകുന്നത്. പക്ഷെ ഒരു തടസ്സമുണ്ട്. എന്താ തടസ്സം? സ്തോത്രം ഹല്ലേലൂയ. ഒരു കല്ലുണ്ട്. സൗരഭ്യമായി പരക്കേണ്ട പലതും കരത്തിലുണ്ട് പ്രിയ മക്കളെ. പക്ഷെ മുമ്പിലൊരു കല്ല് നിൽക്കുകയാ. അത് കഴിവും തികവും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിലെ ഭാരം നിമിത്തം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ശ്രദ്ധയോടുകൂടി ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ഒത്തിരി ആശയങ്ങൾ ഹൃദയത്തിനകത്തളത്തിൽ അലയടിക്കുന്നുണ്ട്. ഒരുപാട് തീരുമാനങ്ങൾ 2025 എടുത്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ മുന്നിലേക്ക് കടന്നു പോകും? ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വലിയൊരു കല്ലിരിക്കുകയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? ശൂന്യതകളാണ്. കരത്തിലൊന്നുമില്ല. എല്ലാ നിലവാരത്തിലും അടഞ്ഞ കിടക്കുന്ന വഴികളാണ്. ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് തമ്മിൽ പറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവർ കണ്ടത് ഒരു അത്ഭുത വിഷയമായിരുന്നു. നമുക്കത് വായിക്കാമോ പ്രിയ മക്കളെ? ഹല്ലേലൂയ. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി കല്ല് ആര് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ വീട്ടിനകത്ത് ആരും അറിയാതെ വണ്ണം ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കരം കോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ ഈ വിഷയത്തിന് എന്നാണ് ഒരു പരിഹാരം തരുന്നത്? സ്തോത്രം. ഓരോ വർഷത്തിൻ്റെയും ചില മാസങ്ങൾ കഴിയുമ്പോൾ കർത്താവേ, ഭാരവും ഭീതിയും പ്രയാസവും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോഴാ കർത്താവ് എൻ്റെ ജീവിതത്തിലൊരു വിടുതൽ വരുന്നത്? ചോദിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അതിൻ്റെ പരസ്യമായ മറുപടിയാ എൻ്റെ ശബ്ദത്തിലൂടെ അറിയിക്കുന്നത്. അല്ല, കുടുംബമായിട്ടാണോ നീ ചോദിക്കുന്നത്? അതിൻ്റെ പരസ്യമായിട്ടുള്ളൊരു മറുപടിയാണ് എൻ്റെ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവെന്ന് തരുന്നത്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹൃദയത്തിലെ ഞരക്കങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയത്തിലെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങളെ മായിക്കുക. ഇന്ന് രാത്രിയിൽ യേശു നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. ഒരു തമ്മിൽ പറയുകയാ. സ്തോത്രം. നമ്മുടെ ഈ കല്ല് ആരുരുട്ടി മാറ്റും പ്രിയ മക്കൾ? ആരുരുട്ടി മാറ്റും? യേശു ഉരുട്ടി മാറ്റും. നിങ്ങളുടെ ഈ കല്ല് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവരാരും മാറ്റിയതായിട്ട് അവിടെ പറയുന്നില്ല കേട്ടോ. ഈ കല്ല്, ചില കല്ലുകൾ ദൈവം മാറ്റണം. ശത്രു വെക്കുന്ന കല്ല്, അധികാരികൾ വെക്കുന്ന കല്ല്, ലോകം വെക്കുന്ന കല്ല്. നീ പ്രാർത്ഥിച്ചാൽ മതി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം നിന്റെ ഹൃദയത്തിലെ ഞരക്കങ്ങളെ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ കൊടുക്കുക. ഹൃദയത്തിലെ ഞരക്കങ്ങൾ പോലും പ്രാർത്ഥനയാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം നിന്റെ നിലവാരത്തിന് മാറ്റം വരുത്തും. ആമേൻ. എനിക്ക് വേണ്ടി കല്ല് ആര് ഉരുട്ടി മാറ്റും? ഞങ്ങൾക്ക് വേണ്ടി കല്ല് ആരുരുട്ടി മാറ്റും? എൻ്റെ കുടുംബത്തിന് വേണ്ടി കല്ല് ആരുരുട്ടി മാറ്റും? എൻ്റെ തലമുറയുടെ ഈ കല്ല് ആരുരുട്ടി മാറ്റും? എൻ്റെ സാമ്പത്തികമായ വിഷയത്തിന്റെ മധ്യത്തിലുള്ള ഈ കല്ല് ആരുരുട്ടി മാറ്റും? എൻ്റെ ശാരീരിക ക്ലേശത്തിലുള്ള കല്ല് ആരുരുട്ടി മാറ്റും? എൻ്റെ മാനസിക വ്യതയുള്ള കല്ല് ആരുരുട്ടി മാറ്റും? എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഓടുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, സ്തോത്രം, അവർക്ക് മുമ്പേ അവർ എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ടോ ആ വിഷയത്തിന്റെ മധ്യത്തിൽ കല്ല് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉരുട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടോ പ്രിയ മക്കളെ? അപ്പൊ നമ്മൾ പറയുന്നതൊക്കെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ എന്ത് ചെയ്തു? യഹോവ ശ്രദ്ധ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്?
കേൾക്കുന്നുണ്ട് പ്രിയ മക്കളെ. നമ്മൾ മുൻകാലങ്ങളിൽ കല്ലും മണ്ണും മരവും ഗ്രില്ലും ചില്ലും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഇതൊക്കെ കൊണ്ടുള്ള രൂപങ്ങളെ ആരാധിച്ചു വന്നത്. അന്ന് എത്രത്തോളം കരഞ്ഞു പറഞ്ഞെന്നാലും അവർക്ക് കേൾക്കാനോ കാണാനോ പ്രവർത്തിക്കാനോ കഴിയത്തില്ല. എന്നാൽ ഇന്നത്തെ ദൈവത്തിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണോ? ഇന്ന് ദൈവത്തിന്റെ നിലവാരം അങ്ങനെയാണോ? നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നീ ചിന്തിക്കുമ്പോൾ തന്നെ അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയത്തിലെ ഞരക്കങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ആമേൻ. ദൈവാത്മാവിന് കഴിയും മക്കളെ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ഓരോ കുടുംബത്തിനകത്തളത്തിലും പറയുന്നുണ്ട് കേട്ടോ. ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. നമുക്ക് വേണ്ടി ഈ പ്രശ്നം ആര് കൈകാര്യം ചെയ്യും? എന്തു ചെയ്യും കർത്താവേ? 2023 ഉണ്ടായിരുന്നു, 2022 ഉണ്ടായിരുന്നു, 2024 ഉണ്ടായിരുന്നു. ഈ 25 എന്റെ പ്രശ്നം ആര് മാറ്റിത്തരും? പ്രൈസ് ദി ലോർഡ്. ചില നാളുകളായിട്ട് ഞാൻ അനുഭവിച്ചു പോകുന്ന ഞെരുക്കം, ചില നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക വ്യത എനിക്ക് വേണ്ടി ആരും മാറ്റും? ഇന്നും നമ്മുടെ പ്രാർത്ഥനാ വിഷയം അതാ. വെളുപ്പാങ്കാലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, പകല് മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നത്, ഈ സ്ഥിതിക്ക് എന്നാണ് കർത്താവ് ഒരു മാറ്റം വരുന്നത്? ഞങ്ങൾ ആരാധിക്കാഞ്ഞിട്ടാണോ? ഉപവസിക്കാഞ്ഞിട്ടാണോ? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ദൈവവചനം ധ്യാനിക്കാഞ്ഞിട്ടാണോ? എന്താ കർത്താവേ? യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരാ ഇവിടെ ചോദിക്കാൻ തമ്മിൽ പറയുകയെ നമുക്ക് വേണ്ടി കല്ലാര് ഉരുട്ടി മാറ്റും? ചെങ്കടലിനെ വിഭാഗിച്ച ചരിത്രങ്ങൾ അറിയാം. തീച്ചൂള അതിനകത്തേക്ക് ഇറങ്ങി വന്ന് വിടിവിച്ച ചരിത്രങ്ങൾ അറിയാം. സിംഹത്തിന്റെ വായടച്ച ചരിത്രങ്ങൾ അറിയാം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മരിച്ചവനെ ഉയർപ്പിച്ചതറിയാം. കുരുട്ടുകണ്ണ് തുറന്നതറിയാം. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയതറിയാം. എല്ലാം അറിയാം പ്രിയ മക്കളെ. എങ്കിലും അകത്തിന്റെ അകത്തളത്തിൽ ചിന്ത, എനിക്ക് വേണ്ടി ആരാ പ്രവർത്തിക്കുന്നത്? അവനോട് കൂടെ നടന്ന വീര്യപ്രവർത്തികൾ കണ്ട 12 ശിഷ്യന്മാരും സ്തോത്രം, ഒരെണ്ണം മാറ്റപ്പെട്ടു. ബാക്കി 11 കൂടെ ഒത്തിരി ആളുകൾ സാക്ഷ്യം വഹിച്ചവരുണ്ട്. ആമേൻ. അവരോടൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ചോദിക്കുന്നത്, ഇനി ആരാ ഇത് മാറ്റുന്നത്? കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഞങ്ങളോട് കൂടെ യേശു ഉണ്ടായിരുന്നു. ഇനി ആരാ മാറ്റുന്നത്? അവൻ മരിച്ചു. ഇനി ആരാ മാറ്റുന്നത്? കഴിഞ്ഞ നാളുകളിലൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നടത്തി തന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മോശ യഹോവയുടെ സന്നിധിയിലേക്ക് പോയപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ വേണം. മോശയാണ് ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന്. മോശ ഇപ്പോൾ 40 ദിവസമായിട്ട് എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. നമുക്കൊരാളെ വേണം. അവരുടെ ഇടയിൽ അവര് എന്തോ സംസാരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ അവരറിഞ്ഞില്ല. അതുകൊണ്ട് പറഞ്ഞത് തപ്പി നോക്കിയെന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. വീട്ടിലിരുന്ന് ഈ മുഴങ്കാൽ മടക്കി ഒരു തുള്ളി കണ്ണുനീര് അവിടെ വീഴുമ്പോൾ അത് തുരുത്തിക്കകത്ത് പാത്രത്തിനകത്താക്കി കൊണ്ടുപോകുന്ന ആ ദൈവത്തെ നിനക്ക് മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പായക്കകത്തോ സ്തോത്രം ആ കാർപ്പറ്റിലോ തുള്ളി സ്തോത്രം വീഴുന്നത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ നനവ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്തോത്രം അതിനപ്പുറമായിട്ട് അത് എടുത്തുകൊണ്ടുപോയി തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര തുള്ളി കണ്ണുനീര് നീ ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം വീഴ്ത്തിയിട്ടുണ്ടെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിച്ച കർത്താവ് പറയും, എന്റെ കുഞ്ഞ്, ഇന്നിന്ന വിഷയത്തിന് വേണ്ടി കരഞ്ഞ കണ്ണുനീരെ കാണുന്നു. നിന്റെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കാണാതിരിക്കുന്ന ഒരു ദൈവമല്ല. മനോവ്യസനത്താൽ ഭാരപ്പെട്ടിട്ട് ഓരോ തുള്ളി കണ്ണുനീരൊഴുക്കുമ്പോഴും അത് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു കർത്താവുണ്ട്. കരയേണ്ട പ്രിയ മക്കളെ, എല്ലാവർക്കും കരച്ചില്ല. സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാന നിമിത്തം പലതും പറയാതെ അറിയിക്കാതെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ നന്നായി കാണുകയാണ്. അവർ തമ്മിൽ പറഞ്ഞു. ഇല്ല പ്രിയമക്കൾ, ഓരോ വീട്ടിലും തമ്മിൽ പറയുന്നുണ്ട്. എന്നാണ് സ്ഥിതിക്ക് മാറ്റം വരുന്നത്? അവിടെ കാണാൻ സാധിക്കുന്നത്, ഇവർ പറഞ്ഞത് ആര് കേട്ടു? ആ സ്വർഗത്തിലെ ദൈവം കേട്ടു. അതുകൊണ്ട് തൻ്റെ മക്കൾ ഓടി ചെല്ലുന്നതിന് മുമ്പേ അവിടെ നിന്ന് ആ കല്ല് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉരുട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. വിശ്വസിക്കാമോ?
ഇന്ന് രാത്രിയിൽ ആരോടാണെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ പൈതലെ? നീ കല്ലിനെ കണ്ടുകൊണ്ടാണ് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കല്ല് മാറുകയാണ്. വിശ്വസിക്കാം. ദൈവം നിനക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടിക്കളയുകയാണ്. നീ ഇവിടെ ഇരുന്ന് വിശ്വസിക്കുമ്പോൾ എവിടെയാണ് ആ കല്ലിൻ്റെ രൂപം നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, അത് അവിടെ നിന്ന് ദൈവം മാറ്റുകയാണ്. ഹൃദയത്തിലാണോ ദൈവം മാറ്റുകയാ? നിന്റെ വീട്ടിലാണോ മാറ്റുകയാ? തലമുറയിലാണോ മാറ്റുകയാ? നിന്റെ ബിസിനസ്സിലാണോ മാറ്റുകയാ? തൊഴിലിലാണോ മാറ്റുകയാ? ശാരീരിക മേഖലകളിലാണോ ദൈവം മാറ്റുകയാ? താഴ്ത്ത വാക്യം. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയത്തെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയുവാൻ കഴിയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഏറ്റവും വലിയ വിഷയത്തെ യേശുവിന്റെ കരത്തിൽ കൊടുക്ക. നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധ ദൈവം ഒരു സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ യേശു നിനക്ക് വേണ്ടി ഒരു സർജറി നടത്തിക്കൊണ്ടിരിക്കുക. അതിനെ നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അതിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാ. എന്റെ കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട. കഴിഞ്ഞ സമയത്തിലുള്ളതെല്ലാം മറന്നേക്ക. വചനം പറയുന്നത് പോലെ മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇന്ന് പുതിയതൊന്ന് ചെയ്തെടുപ്പാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാ. നീ ഭാരപ്പെടുന്ന ഏറ്റവും വലിയ വിഷയത്തെ യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്ക. അവൻ നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ പരിഹാരകനാ. ആമേൻ. ആ കല്ല് ഏറ്റവും വലുതായിരുന്നെന്ന് പറയുന്നത്, ആ കല്ലിനെ കർത്താവ് എന്ത് ചെയ്തു? മാറ്റി. മറ്റൊരു ഭാഗത്ത് പത്രോസിന്റെ ലേഖനത്തിലാ സ്തോത്രം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നിന്റെ സകല ഭാരവും ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. സകല ഭാരവും. എനിക്കറിയത്തില്ല ഇന്ന് എല്ലാ ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു രാത്രികാലമാണ്. എല്ലാ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു രാത്രികാലമാണ്. ഡേറ്റുകളെ ചിന്തിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, മറുപടി എന്ത് പറയുമെന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലെ, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധ ദൈവം പറയുന്നു, നിന്റെ സകല ഭാരവും ചിന്താകുലവും യേശുവിന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിന്നെ പുലർത്തുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ സകല വഴികളെ അവനെ ഭാരമേൽപ്പിച്ചു. പെരുവഴിയിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്ന് വായിക്കാമോ? 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്ക് ആർക്ക് കരുതുന്നുണ്ട്? എനിക്കായി കരുതുന്നുണ്ട്. ആര്? സ്തോത്രം. നമ്മൾ പാടാറില്ലേ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. പാടാറൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല. പാടുന്നവരുടെ കൂടെ പാടുകയല്ലേ, ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, ഗ്രഹിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. ഒരു കാക്കക്കൊരു കാക്കക്കുഞ്ഞുണ്ടായാൽ, ഒരു കോഴിക്കൊരു കോഴിക്കുഞ്ഞുണ്ടായാൽ, സ്തോത്രം, ഒരു ആടിനൊരു ആട്ടും കുഞ്ഞുണ്ടായാൽ, സ്വതം മൃഗങ്ങൾക്കായിക്കൊള്ളട്ടെ, ഇഴജാതികൾക്കായിക്കൊള്ളട്ടെ, പക്ഷികൾക്കായിക്കൊള്ളട്ടെ, ഉള്ള കുഞ്ഞുങ്ങളെ അമ്മയും അപ്പനും ചേർന്ന് കാക്കാൻ മാക്സിമം ശ്രമിക്കുന്നു എങ്കിൽ യേശു ദൈവം എത്ര അധികമായി നമ്മൾ കരുതും, എത്ര അധികമായി നമ്മൾ കാക്കും. അവൻ്റെ സൃഷ്ടിയാണ് ബാക്കിയുള്ളതെല്ലാം. സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ആകയാൽ പ്രിയ മക്കളെ, അവൻ എത്ര അധികമായിട്ട് നമ്മളെ കാക്കും, അവൻ എത്ര അധികമായിട്ട് നമ്മളെ കരുതും. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും അവനിൽ നിന്ന് പലതും പ്രാപിച്ചെടുക്കാൻ പറ്റാത്തത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇവിടെ വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി എന്ത് ചെയ്യുന്നുണ്ട്? നീ കരുതണ്ട, അവൻ കരുതട്ടെ. നീ കരുതണ്ട. നമ്മളായിട്ട് കരുതാൻ ശ്രമിക്കുമ്പോൾ ആ പ്രിയമക്കളെ ഭാരവും പ്രയാസമൊക്കെ വരുന്നത് നമ്മുടെ കരത്തിന് ചോർച്ചയുണ്ട്. ലഭിക്കുന്ന ആഗ്രഹിക്കുന്നത് പോലെയൊന്നും പലപ്പോഴും സംഭവിക്കാറില്ല. കർത്താവിന്റെ കരത്തിലേക്കൊന്ന് കൊടുത്തേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. എത്ര ചിന്താകുലം വെക്കണം? സകല ചിന്താകുലവും. അതാണ് നമ്മൾ ആത്മീകമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും
മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും സകലതും യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊടുക്കാനാ പറയുന്നത്. അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ വായിച്ചോ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം വായിച്ചോ. ലോകത്തിൽ നിങ്ങൾക്കുള്ള 6-ാമത്തെ വാക്യം. അവണ്ണം ഇളയവരെ 5 വായിച്ചോ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവ നിഗളുകളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഈ വാക്യമാ, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ആമേൻ. അവൻ ഉയർത്തുന്ന ദൈവമാണ്. കേട്ടോ പ്രിയ മക്കളെ. അപ്പോൾ ഉയരാൻ ആഗ്രഹിക്കുമ്പോൾ എവിടത്തോളം ഉയരണമെന്ന് ആഗ്രഹിക്കണം, എവിടത്തോളം ഉയരണമെന്ന് ആഗ്രഹിക്കണം. ഇന്ന് അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ചിലതൊക്കെ നമുക്ക് ലഭിക്കാതെ പോകുന്നത് നമ്മുടെ മോഹമാണ്, അതിയായിട്ടുള്ള മോഹമാണ്. ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ എന്ത് ചെയ്യും? പാപം മുഴുത്തിട്ട് എന്ത് സംഭവിക്കും? പലതും നമ്മുടെ അതിയായ മോഹത്തിലേക്ക് വരുമ്പോഴാണ് പലതും നടക്കാത്തത്. മറിച്ച് സ്വതം അന്നു വേണ്ട ആഹാരം യേശു പഠിപ്പിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയോ? കർത്താവിൻ്റെ മാവ് ഉഴക്കുന്ന തൊട്ടിക്കാലം അനുഗ്രഹിക്കപ്പെടട്ടെ. കൈ തൊടുന്ന എല്ലാത്തിലും അനുഗ്രഹം കൽപ്പിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രാർത്ഥന, ബുദ്ധിപരമായ ചില പ്രാർത്ഥനകൾ. ശലോമോന് ദൈവം പ്രത്യക്ഷമായിട്ട് അവൻ്റെ മുമ്പിൽ പലതും ഒരുക്കി കൊടുത്ത് അവനോട് ചോദിച്ചു, എന്ത് വേണം? പറഞ്ഞു, നിന്റെ ജനത്തെ ഇസ്രായേലിനെ നടത്താനുള്ള വിവേകം എനിക്ക് വേണം. അവൻ ബുദ്ധിയോടെ ചോദിച്ചത് കൊണ്ട് അവന് കൊടുത്തപ്പോൾ എന്തെല്ലാം കൊടുത്തു? നന്മയും കൊടുത്തു, ധനവും കൊടുത്തു, മാനവും കൊടുത്തു, സമ്പത്ത് എല്ലാം കൊടുത്തു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാ. അതുകൊണ്ട് പ്രിയമക്കളെ, ന്യായമായ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തുന്നു എങ്കിൽ അവൻ നമുക്കായി എന്ത് ചെയ്യുന്നുണ്ട്? കരുതുന്നുണ്ട്. അവൻ നമുക്കായി എന്ത് ചെയ്യുന്നുണ്ട്? കരുതുന്നുണ്ട്. നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ന്യായമായ ആവശ്യങ്ങളുമായിട്ട് അവൻ്റെ സന്നിധിയിലേക്കൊന്ന് അടുത്ത് ചെല്ല് പ്രിയ മക്കളെ. അവൻ നിശ്ചയമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെയും പരിഹാരകനാ. അവൻ നടത്താൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങുകയാ. മതി യഹോവേ, മതി. ആര് പറയുകയാ? ഏലിയാവ് പറയുകയാ, എനിക്ക് ജീവിച്ചത് മതി. പലരുടെയും വാക്കുകൾ അങ്ങനെയാ. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റാതെ ഭാരവും പ്രയാസവും ഒക്കെ വരുമ്പോഴത്തേക്കും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് എങ്ങനെയെങ്കിലും എത്രയും വേഗത്തിൽ വന്നാൽ മതിയായിരുന്നു. പക്ഷെ കയ്യിൽ 10 പൈസ കിട്ടുമ്പോഴോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നന്മയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ, കർത്താവ് ഇപ്പോഴൊന്നും വരരുതേ. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ഒറ്റ പരിപാടിയാണ് പറയുന്നത്, കർത്താവ് നീ എന്ത് ചെയ്തേക്കണേ? ഒന്ന് വന്നേക്കണേ, വല്ലവണ്ണം ഇവിടുന്ന് പോയാൽ മതി. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമ്മൾ എന്ത് പറയും? കർത്താവ് കുഴപ്പമില്ല, ഇപ്പോഴൊന്നും വന്നില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല പ്രിയ മക്കളെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിലൊന്നും ഇല്ലാത്ത സമയത്തല്ല ഉപവസിക്കേണ്ടത്. വീട്ടിൽ സമൃദ്ധിയുള്ള സമയത്ത് ദൈവകൃപയിൽ ശരണപ്പെട്ട നീ ദൈവത്തിൻ്റെ പാദപീഠമിരിക്കണം. വന്ന വഴികളിലേക്ക് എപ്പോഴും നോക്കണം. അവിടെ 1000 വട്ടം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് വകയുണ്ടാകും. സ്വതം വരാനുള്ളതിലേക്ക് നോക്കിയിട്ട് പഞ്ചവത്സര പദ്ധതി പോലെ പദ്ധതി മെനയേണ്ടവനല്ല നീ. മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എങ്ങനെയായിരുന്നു? ദാവീദിൻ്റെ ജീവിതത്തിൽ എന്നും ആ മനുഷ്യൻ്റെ പേര് വെളിപ്പാട് പുസ്തകം വരെ എത്താൻ കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഒന്നും മറന്നു പോകാത്ത മനുഷ്യനാ. ഒന്നും മറന്നു പോകാത്ത മനുഷ്യനാ. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ ദൈവമേ? ഞാനും എൻ്റെ കുലവും എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് എന്നും ചോദിക്കുന്നൊരു മനുഷ്യനാ. ഈ ലഭിച്ചിരിക്കുന്ന പദവി ചെറുതല്ലോ പ്രിയ മക്കളെ. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അനുവാദം തന്നിരിക്കുന്ന ചെറിയൊരു കാര്യമല്ല. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല പ്രിയ മക്കളെ. അവൻ അനന്തമായ ദയയാ. അനവധി വ്യക്തിത്വങ്ങൾ ഈ ദേശത്തിലുണ്ട്.
അനവധി വ്യക്തിത്വങ്ങൾ രാജ്യത്തിലുണ്ട്, അനവധി വ്യക്തിത്വങ്ങൾ ലോകത്തിലുണ്ട്. അവരിൽ പലരെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ സ്വർഗത്തിൽ ദൈവം വിളിച്ചു വേർതിരിപ്പാനിടയായി തീർന്നത്. ഇവിടെ ഏലിയാവ് പറഞ്ഞു, മതി യഹോവേ മതി. ഏലിയാവേ, നിന്റെ വിഷയം യഹോവയുടെ കയ്യിലൊന്ന് കൊടുക്ക, നിന്റെ ഭാരം യഹോവയുടെ മേലൊന്ന് വെക്ക, നീ ഭയപ്പെടുന്ന വിഷയം ദൈവത്തിന്റെ കരത്തിൽ കൊടുക്ക, അവൻ നിന്നെ നടത്താൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കൊന്ന് തിരുത്തി പറയുവാൻ ഇന്ന് രാത്രികാലം ഒരുക്കപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലിൽ നടച്ചേ, ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഞാൻ നിങ്ങളെ പിന്നെയും ഓർപ്പിക്കുകയാണ്. നിന്റെ ഞെരുക്കം ദൈവം മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെയും കരം ശൂന്യമായി, പോക്കറ്റ് കാലിയായി, കഴിഞ്ഞ സമയം വരെയും പേഴ്സ് ശൂന്യമായി, അക്കൗണ്ട് കാലിയായി കിടന്നിരുന്ന നിലവാരത്തെ 2025 ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിച്ചതുപോലെ പരിശുദ്ധ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ഇന്ന് രാത്രികാലം എഴുന്നേറ്റ് വരികയാണ്. ഏലിയാവേ, കഴിഞ്ഞ ദിവസങ്ങൾ ഞാനല്ല നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത്. നീ പറഞ്ഞപ്പോൾ ആകാശ ശക്തികളെ അടച്ചു കളഞ്ഞ് മഴ പെയ്യിപ്പിക്കാതിരുന്നത് ഞാനല്ലേ? നീ എന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മഴയെ വരുത്തിയതും ഞാനല്ലേ? നീ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറക്കിയതും ഞാനല്ലേ? ബാലിന്റെ പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠകൾ ശുശ്രൂഷിക്കുന്നവരെയും നിന്റെ കരത്തിൽ ഏൽപ്പിച്ച വാളിന്റെ വായ്ത്തലയാൽ തീർത്തു തന്നത് ഞാനല്ലേ? നീ എന്തിനാ ഇന്ന് ഭയപ്പെടുന്നത്? നിന്നെ വിളിച്ചു ഓർമ്മിച്ച കാലം മുതൽ ഈ കാലഘട്ടം വരെ നോക്ക, എത്ര വ്യക്തിത്വങ്ങൾ നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ഫ്ലെക്സിലുള്ള പടവുമായിട്ട് മാറ്റപ്പെട്ടു. നീ ഇന്ന് നിലനിന്നില്ലേ? എത്ര വ്യക്തിത്വങ്ങൾ ശൂന്യതകളോടെ സ്വന്തം മാനസികമായി തകർന്ന് നിരാശ കയറി മദ്യത്തിലും മയക്കുമരുന്നിലും ലോകത്തിന്റെ വെറുക്കുത്തുകളിലും പെട്ട ആടി ഉലഞ്ഞു പോയില്ലേ? അവിടെയും നീ നിലനിന്നില്ലേ? സ്വർഗത്തിലെ ദൈവം ചോദിക്കുകയാ. സ്തോത്രം. ഇന്ന് നിന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക, നീ വന്ന വഴികളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം കാത്തതും കരുതിയതും ദൈവത്തിന്റെ ദയയല്ലേ? മറക്കല്ലേ, യേശു നിന്നെ വിട്ട് ഒരു കാലത്തും പോകത്തില്ല. അവനുമായിട്ടൊന്ന് പറ്റിയിരിപ്പാൻ നിനക്ക് വന്ന് വീണിരിക്കുന്ന വിഷയം, നിന്റെ വിഷയം താനായി തന്നെ നീ പൊക്കുകയാ, നീയായി തന്നെ നീ പൊക്കുകയാ. നിന്റെ വിഷയത്തെ യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്ക. സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കുകയാ, സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാ. കുറിച്ചു വെച്ചോ, ഈ ആണ്ടിന്റെ ആദ്യ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നിന്റെ ഭാരം ദൈവം മാറ്റാൻ പോകുകയാ, നിന്റെ പ്രയാസം ദൈവം മാറ്റാൻ പോകുകയാ, നിന്റെ കണ്ണുനീര് ദൈവം തുടക്കാൻ പോകുകയാ, നിന്റെ ആകുലതകളെ ദൈവം നീക്കാൻ പോകുകയാ, നിന്റെ നിരാശകളെ ദൈവം എടുത്തു മാറ്റുകയാ. വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നിനക്ക് മുമ്പാകെ ഒരു വാതിൽ ദൈവം തുറന്നു വെക്കുകയാ. പരിശുദ്ധ ദൈവമേ, തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാനിടയായി തീരും. കർത്താവേ, കുട്ടവിട്ടൊഴിഞ്ഞവരായി മടങ്ങുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കണമേ. കർത്താവേ, ഏറിയ നന്മകളെ പ്രാപിപ്പാൻ ദൈവം അവരെ അനുഗ്രഹിക്കണം. സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവം മടക്കി അയക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ.